നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരള പോലീസ് സംഘം ഉടൻ വിശാഖപട്ടണത്തെത്തും. അസംബാലികയെ തിരുവനന്തപുരത്തെത്തിക്കാൻ നീക്കം. മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്നതിൽ ബാലികയുടെ മൊഴിയെടുത്ത ശേഷം തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പം നീങ്ങാതെ സർക്കാർ. പരാതിയില്ലാതെ കേസെടുക്കാനാകുമോ എന്ന് പരിശോധന. കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ തടയുമെന്ന് പ്രതിപക്ഷം. മഹിളാ കോൺഗ്രസ് പ്രതിഷേധം ഇന്ന് കൊച്ചിയിൽ. യൂട്യൂബർ വിജയ് മച്ചാൻ അറസ്റ്റിൽ. ഗോവിന്ദ് വിജയ് അറസ്റ്റിലായത് പോക്സോ കേസിൽ. ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധം തുടർന്ന് കൊൽക്കത്തയിലെ ഡോക്ടർമാർ. നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് നിലപാട്. ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ 6 പേരുടെ നുണപരിശോധന ഇന്ന്. മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി. CBI നടപടി നിയമവിരുദ്ധമെന്ന് കെജ്രിവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടലുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കി ലോകരാഷ്ട്രങ്ങൾ. ലൊസൈൻ ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര 2ാമത്. കണ്ടെത്തിയത് സീസണിലെ ഏറ്റവും മികച്ച ദൂരം. ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് മീറ്റ് റെക്കോർഡോടെ 1ാമത്. വാർത്താരംഭം തുടക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. മണിക്കൂറുകളോളം മലയാളികളെ മുൾമുനയിൽ നിർത്തിയിരുന്നൊരു വാർത്ത. 37 മണിക്കൂറിന് ശേഷമായിരുന്നു പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ പെൺകുട്ടിയെ ഇനി കേരളത്തിലേക്ക് എത്തിക്കുന്നതുൾപ്പെടെയുള്ള നിയമപരമായ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഏറെയുണ്ട്. അസംബാലികയുടെ അരികിലേക്ക് കേരള പോലീസ് സംഘം ഇന്ന് എത്തും. CWCയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വൈകാതെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് നീക്കം. മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്നതിൽ ബാലികയുടെ മൊഴിയെടുത്ത ശേഷമാകും തീരുമാനമുണ്ടാവുക. അസം സ്വദേശിനിയായ 13 വയസ്സുകാരി തസ്മിക് തംസിമിനെ തിരികെ വിശാഖപട്ടണത്ത് നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി 5 അംഗ പോലീസ് സംഘമാണ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ വിജയവാഡയിലെത്തും. അവിടെ നിന്ന് വൈകുന്നേരത്തോടെയായിരിക്കും വിശാഖപട്ടണത്ത് എത്തിച്ചേരുക. വിശാഖപട്ടണത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടിയെ അവിടെ നേരിൽ കണ്ട് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മലയാളി സമാജം ഒരുക്കുന്ന ഒരു സ്നേഹവിരുന്നിൽ കൂടി പങ്കാളികളായതിനു ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് വരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കാം അവർ വിജയവാഡയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറുക. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായി നാട്ടിൽ അവളെ എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി തുടർന്ന് അവളുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും എങ്ങനെയായിരിക്കണം മാതാപിതാക്കൾക്കൊപ്പം അവളെ വീട്ടിലേക്ക് വിടണോ, കഴക്കൂട്ടത്തേക്ക് തന്നെ വിടണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ ശിശുക്ഷേമ സമിതിയെ കുട്ടിയെ ഏൽപ്പിക്കണോ, ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. സ്വാഭാവികമായി ഈ വീട്ടിലുണ്ടായിരുന്ന അൻവർ ഹുസൈൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ് വീട് വിട്ടു പോകാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അവൾ തന്നെ അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തന്നെയാണ് ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായി ആ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയെ നാട്ടിൽ എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കും. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും പ്രധാനമാകാൻ പോകുന്നത് പെൺകുട്ടി കേരള പോലീസിന് നൽകുന്ന മൊഴിയായിരിക്കും. അതിനുവേണ്ടി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് അവളെ വിട്ടു നൽകുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ഹുസൈൻ അടക്കമുള്ള പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഉള്ളത്. സ്വാഭാവികമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടിയുടെ മൊഴി പരിഗണിച്ച് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്.
അതാണ് പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് എത്തുന്നു. അതിനുശേഷം പോലീസ് സംഘം ഈ പെൺകുട്ടിയുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ളത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ ആണ്. അവരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം രേഖാമൂലം മാത്രമാണ് പോലീസിന് പെൺകുട്ടിയെ കൈമാറുകയുള്ളൂ. പിന്നീട് പെൺകുട്ടിയിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ തീർച്ചയായും ശേഖരിക്കും. അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരികെ എത്തിക്കും. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ, ഈ സംഘം അവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ എത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് പോലീസ് സംഘവുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. എപ്പോൾ ഈ കുട്ടി തിരികെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, 9 മണിയോടെയാണ് വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് നമ്മുടെ പോലീസ് സംഘം, കേരള പോലീസിന്റെ 5 സംഘം പുറപ്പെടുക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. അവർ 3:30 വിശാഖപട്ടണത്ത് എത്തിച്ചേരും. വിശാഖപട്ടണത്ത് എത്തിയതിനു ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുമായി അവിടെ ചർച്ച നടത്തും. സ്വാഭാവികമായി ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച അവിടുത്തെ മലയാള സമാജത്തിന്റെ പ്രതിനിധികളടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കാനായി സ്റ്റേഷനിലേക്ക് അടക്കം എത്തുന്നുണ്ട്. സ്വാഭാവികമായി അവിടെ നിന്നായിരിക്കും അവർ ഈ CWCയിലെത്തി ഈ കുഞ്ഞിനെ അവിടെ നിന്ന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പക്കലേക്ക് കൊച്ചിനെ തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. അത് പൂർത്തിയാക്കി മലയാളി സമാജം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടിക്കും ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ചടങ്ങായിട്ടാണ് അവർ അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ കൂടി പങ്കാളികളായതിനു ശേഷം ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത്. അതായത് കൊച്ചുവേളിയിലേക്കായിരിക്കും അവർ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സമാന്തരമായി പോലീസിന്റെ അന്വേഷണം ഈ കുട്ടി വീട് വിട്ടു പോകാൻ ഇടയായ സാഹചര്യം കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഭരത് റെഡ്ഡി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കൃത്യമായി ഈ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന് കുട്ടിയോട് ക്രൂരമായ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കുട്ടിയെ ഇവിടെ എത്തിച്ച് അവരുടെ മൊഴി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഇവരെ വിളിച്ചു വരുത്തി, അതായത് ഈ വീട്ടിലേക്ക് ഈ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വീട്ടിലെത്തിയോ വിശദമായി അവരുടെ മൊഴി രേഖപ്പെടുത്തുക. സ്വാഭാവികമായി കുട്ടി നൽകുന്ന മൊഴി ഇതിൽ നിർണായകമാകും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് മലയാളി സമാജം പ്രതിനിധികളുടെ ഫോണിൽ നിന്നാണ് ഈ കുട്ടിയെ ഈ മാതാപിതാക്കളോട് സംസാരിക്കാനായുള്ള അവസരം ഒരുക്കിയത്. അപ്പോഴും അമ്മയോട് സംസാരിക്കാൻ അവൾ വിമുഖത കാട്ടിയിരുന്നു. ഫോണിൽ മൗനം മാത്രമായിരുന്നു. അങ്ങേത്തലയ്ക്കൽ അമ്മയാണ് എന്ന് പറയുമ്പോൾ പക്ഷേ പിതാവിന്റെ അടുത്ത്, അൻവർ ഹുസൈന്റെ അടുത്ത് അവൾ വൈകാരികമായി തന്നെയാണ് സംസാരിക്കുകയും ചെയ്തത്. അതൊക്കെ മലയാള സമാജത്തിന്റെ പ്രതിനിധികൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുട്ടി നൽകുന്ന മൊഴി അത് ഏറെ നിർണായകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം വിടണമോ അതോ ശിശുക്ഷേമ സമിതിയിലേക്ക് അവളെ മാറ്റണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു നിർണായകമായ തീരുമാനമായി മാറാൻ പോകുന്നതും. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കാൻ കഴിയുമെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതും. അഭിലാഷ്, തീർച്ചയായും പോലീസ് സംഘം എത്തുകയാണ് വിശാഖപട്ടണത്തേക്ക്. കുട്ടിയെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സംഘം പുറപ്പെട്ടിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തയും വിശദാംശങ്ങളും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് അവിടുത്തെ അസോസിയേഷൻ, മലയാളി അസോസിയേഷൻ്റെ, മലയാളി സമാജത്തിൻ്റെ ഒരു ഇടപെടൽ കൂടിയായിരുന്നു. ന്യൂസ് 18 ഉൾപ്പെടെ ഈ പെൺകുട്ടി ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കാൻ സാധ്യതയുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിൻ്റെ സൂചനകളും റിപ്പോർട്ടുകളും എല്ലാം പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചിരുന്നു. അങ്ങനെ മാധ്യമ വാർത്തകൾ കൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മലയാളി സമാജം പ്രവർത്തകർ ഈ ട്രെയിനിൽ പരിശോധന നടത്തിയത്. കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമാണ് എന്നാണ് വിശാഖപട്ടണത്തെ മലയാളി സമാജത്തിൻ്റെ പ്രതിനിധി NN പിള്ള പറയുന്നത്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാണ് എന്നും കുട്ടി സന്തോഷവതിയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സന്തോഷവതിയാണ്, കുഴപ്പമില്ല. ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പം കുട്ടിയുള്ളത്. ഒരു ഗേൾസിന് മാത്രമുള്ള ഒരു ഹോമാണ്. അവിടെയാണ് കുട്ടി സുരക്ഷിതയാണ്. ഇപ്പൊ ഇന്ന് നാട്ടിൽ നിന്നും പോലീസ് ടീം ഒരു 3 മണിക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം. അവർ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരിലേക്ക് കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ
കടമ. കുട്ടിക്ക് ഞാൻ ഇന്നലെ ഞാനും എന്റെ വൈഫും കൂടെ കുറെ നേരം സംസാരിച്ചു കുട്ടിയോട്. അപ്പൊ കുട്ടി പറയുന്നത് അതിന് ആസാമിലേക്ക് പോകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവര് താത്താന്ന് പറയുന്നു. എന്റെ കണക്കൂട്ടിൽ അത് അപ്പൂപ്പനും അമ്മമ്മയും ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ അവർക്ക് പഠിക്കണമെന്നും പറയുന്നുണ്ട്. കുട്ടിക്ക് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മർദ്ദനമല്ല അവിടെ നിന്നും എനിക്ക് മനസ്സിലായത്. ഒരു വീട്ടിൽ നിന്ന് ചേട്ടന് കൊച്ചുങ്ങൾ തമ്മിലുള്ള വഴക്കിന് പേരൻസ് കയറി ഇടപെടുന്നു. അതിൽ കൂടുതൽ അമ്മ ഇൻവോൾവ് ആവാറുണ്ട്. അമ്മ അടിക്കാറുണ്ട് ഈ കുട്ടിയെ. എന്തെങ്കിലും കൊടുത്താൽ നല്ല കുട്ടി. ആ കുട്ടി നല്ല ബുദ്ധിമതിയാണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. തീർച്ചയായും ആ പെൺകുട്ടി മലയാളികളുടെ കരങ്ങളിൽ തന്നെയാണ് എത്തിയത് എന്നതുകൊണ്ട് സുരക്ഷിതയാണ്. ഇനി തീർച്ചയായും അധികൃതരുടെ ഇടപെടൽ കൂടി ഉണ്ടാകും. ഭാവിയിലും സുരക്ഷിതയായി തന്നെ തുടരാൻ അസം സ്വദേശിനിയായ 13-കാരിക്ക് സാധിക്കുമെങ്കിൽ മലയാള സിനിമയിൽ സ്ത്രീകൾ അത്ര സുരക്ഷിതർ അല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി വിട്ടിട്ടുള്ളത്. അതിൽ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ എങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക എന്ന മറു ചോദ്യവുമുണ്ട്. നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഒരു പരാതിയില്ലാതെ എങ്ങനെ കേസെടുക്കുമെന്ന ചോദ്യം ആണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സർക്കാർ ആശയക്കുഴപ്പത്തിൽ ആണ്. പരാതിയില്ലാതെ കേസെടുക്കാനാകില്ല എന്ന നിലപാടിൽ ആണ് സർക്കാർ ഉള്ളത്. ഈ സമയത്ത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തത്. കേസെടുത്തുകൂടെ എന്ന് പരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ തടയുമെന്ന് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുമുണ്ട്. ഡാനി പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആണ് നടന്നുകൊണ്ടിരുന്നത്. എത്ര ഉന്നതർ ആണ് എങ്കിലും തിരശ്ശീലയിലെ ഹീറോകൾ അണിയറയിൽ അങ്ങനെയല്ല എന്നുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ എത്ര ഉന്നതർ ആണ് എങ്കിലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പല സംഘടനകളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ ആവശ്യം. പക്ഷേ നിയമപരമായി അത് സാധ്യമാണോ എന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾക്കെതിരെ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെ, അത് സിനിമാ താരങ്ങളാണെങ്കിലും അവർക്കെതിരെയൊക്കെ നിയമപരമായ നടപടി സാധ്യമാണോ എന്നത് സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്ന പശ്ചാത്തലം കൂടി ആണ് ഉള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ പ്രതിഷേധമുണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ആണ് പ്രതിഷേധം ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷ സംഘടനകൾ വിയോജിപ്പുമായി എത്തിയിരുന്നു. കോൺക്ലേവ് സംഘടിപ്പിക്കുന്ന സർക്കാർ നിലപാടിന് എതിരെ ആണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ഇത്തരത്തിൽ കോൺക്ലേവ് നടത്തിയാൽ അതിനെ തടയും എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുള്ളത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത്, സർക്കാരിനുണ്ടാകുന്ന ആശയക്കുഴപ്പം മറുഭാഗത്ത്, ഏത് നിലയിലുള്ള നീക്കങ്ങളും ചർച്ചകളുമൊക്കെയാണ് പുരോഗമിക്കുന്നത്? മറ്റൊരു വാർത്ത പരിശോധിക്കുമ്പോൾ യൂട്യൂബർ വിജയ് മച്ചാൻ അറസ്റ്റിൽ. പോക്സോ കേസിലാണ് ഗോവിന്ദ് വിജയ് എന്ന വിജയ് മച്ചാൻ അറസ്റ്റിലായത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, പോക്സോ കേസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ട്. എങ്കിൽ പോലും എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? പോക്സോ കേസിൽ വിജയ് മച്ചാൻ എന്ന യൂട്യൂബർ അറസ്റ്റിലായിരിക്കുന്നു. വിജയ് ഗോവിന്ദ് എന്ന വിജയ് മച്ചാൻ എന്ന തരത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബർ ആണ് അറസ്റ്റിലായത്. വിജയ് ഗോവിന്ദ് എന്നാണ് മച്ചാന്റെ പേര്. പോക്സോ കേസിലാണ് അറസ്റ്റ്.
ആജ്ഞ, എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? അഭിലാഷ്, ഒരു 16-കാരി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദ് വിജയ് എന്ന പേരാണ് എന്നാണ് ഈ വിജയ് മച്ചാന്റെ യഥാർത്ഥ പേര്. വിജയ് മച്ചാൻ എന്നാണ് ഇയാളുടെ ബ്ലോഗ്. വളരെ അധികം, അതായത് 129K ഫോളോവേഴ്സ് ഉള്ള ഒരു ബ്ലോഗ് കൂടിയാണ് ഇത്. ഈ കളമശ്ശേരി പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 16-കാരിയായ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് ആയതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല എന്നുള്ള വിവരമാണ് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നടപടി ഉണ്ടായിട്ടുണ്ട്. വിജയ് മച്ചാൻ എന്ന് പറയുന്ന ഗോവിന്ദ് വിജയ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. ഇടവേള. ദേശീയ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നൽകിയെങ്കിലും ജോലിയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിഷേധം തുടരുകയാണ് കൊൽക്കത്തയിലെ ഡോക്ടർമാർ. നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരും എന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. അതേസമയം പെൺകുട്ടി ബലാത്സംഗ കൊലയ്ക്ക് ഇരയാക്കപ്പെട്ട ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ 6 പേരുടെ നുണ പരിശോധന ഇന്ന് നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, നേരത്തെ ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു, സമരക്കാർക്ക് നേരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ഉറപ്പ് ലഭിക്കുന്നു, ഇരയ്ക്ക് നീതി ലഭ്യമാക്കും എന്ന ഉറപ്പ് ലഭിക്കുന്നു. പശ്ചിമ ബംഗാൾ സർക്കാരിനെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമരം അവസാനിച്ചു എന്നാണ് പ്രതീക്ഷിച്ചത്. പൂർണ്ണമായും അത് അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഡോക്ടർമാർക്ക് ആ പ്രതിഷേധമുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, രാജ്യവ്യാപകമായ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആവശ്യങ്ങളിൽ തീരുമാനമാകുന്നതുവരെ തന്നെ പ്രതിഷേധം തുടരും. അതായത് നീതി കിട്ടും വരെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന സമരം ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായ രീതിയിൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നുണ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ 6 പേരുടെ നുണപരിശോധനയാണ് നടക്കുക. സിയാൽദ കോടതി ഇന്നലെ അതിന് അനുമതി നൽകിയിരുന്നു. സന്ദീപ് ഘോഷിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ സന്ദീപ് ഘോഷിൻ്റെ ഇടപെടലുകൾ പലതരത്തിലുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ ജൂനിയർ ഡോക്ടറെ മൃതദേഹം കണ്ടെത്തിയ മുറിക്ക് സമീപത്തുള്ള മുറികൾ അത് അറ്റകുറ്റപ്പണി നടത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. അതിനുശേഷം ഈ കൊലപാതകം നടന്നതിന് ശേഷവും മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുടുംബാംഗങ്ങളെ വിവരം അറിയിപ്പിക്കുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ സന്ദീപ് ഘോഷിൻ്റെ ഇടപെടലിൽ വലിയ സംശയമുണ്ടായിരുന്നു. CBI തന്നെ നിരന്തരം ചോദ്യം ചെയ്യലിന് സന്ദീപ് ഘോഷിനെ വിധേയമാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നുണ പരിശോധന കൂടി നടക്കുന്നത്. ഇതുകൂടാതെ മറ്റ് 5 പേർ, അതിൽ 4 പേർ ഈ ജൂനിയർ ഡോക്ടർമാർക്കൊപ്പം ജോലി ചെയ്തിരുന്നവരാണ്. അന്ന് ഈ സംഭവ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചതും ഒക്കെ ഒപ്പം ആ ഡ്യൂട്ടി ഷിഫ്റ്റിൽ അവർ ഉണ്ടായിരുന്നു, ഒപ്പം ഭക്ഷണം കഴിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെ കൂടി നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. 6ാമത്തെ ആൾ ഒരു സിവിക് വളണ്ടിയർ ആണ്. അതായത് ഈ കേസിലെ പ്രതിക്കൊപ്പം ആ ദിവസം രാത്രി പലപ്പോഴായി ഇയാൾ ഉണ്ടായിരുന്നു, പലയിടങ്ങളിലും ഇവർ സഞ്ചരിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇയാളെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് തന്നെ അതുണ്ടാകും, നുണ പരിശോധന ഉണ്ടാകും എന്നാണ് ഇപ്പോൾ CBI വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സംഘം ഇന്ന് CBI സംഘവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കേസിൻ്റെ അന്വേഷണ പുരോഗതി അറിയിക്കണം, നിലവിൽ എന്തൊക്കെയാണ് കേസിൻ്റെ അന്വേഷണ പുരോഗതി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, ദേശീയ വാർത്തകളിൽ പ്രധാനപ്പെട്ടത് കൊൽക്കത്തയിൽ നിന്ന് തന്നെയുള്ള വാർത്തയാണ്. രാജ്യത്തെ നടുക്കിയ ബലാത്സംഗ കൊലയായിരുന്നു. അതിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. എങ്കിൽ മറ്റൊരു വാർത്തയുള്ളത്, മദ്യനയക്കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കെജ്രിവാളിൻ്റെ ഹർജി. തനിക്കെതിരായി CBI നടപടി നിയമവിരുദ്ധം എന്നാണ് കെജ്രിവാളിൻ്റെ വാദം. ER തന്നെയാണ് ചേരുന്നത്. രാകേഷ്, ഒരുപക്ഷെ ഇതിൽ ജാമ്യം ലഭിച്ചാൽ തീർച്ചയായും കെജ്രിവാളിന് കൂടുതൽ സ്വതന്ത്രനാകാൻ സാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്?
നിലവിൽ അഭിലാഷ് അരവിന്ദ് കെജ്രിവാളിന് ED കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചതാണ്. പക്ഷേ CBIയും സമാനമായ കേസുള്ളതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും തിഹാർ ജയിലിൽ കഴിയുന്നത്. കഴിഞ്ഞ 13-ാം തീയതി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീം കോടതി വന്നെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തൊരു അനുകൂലമായ തീരുമാനമുണ്ടായില്ല. കാരണം തൽക്കാലം പരിഗണിക്കുന്നില്ല. പകരം CBIക്ക് ഒരു നോട്ടീസ് നൽകുകയാണ് സുപ്രീം കോടതി ചെയ്തത്. തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഏതായാലും പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിന്റെ വാദം CBI നടപടി അത് നിയമപരമല്ല, തെറ്റായ കേസിൽ വ്യാജ ആരോപണങ്ങൾ ചുമത്തിക്കൊണ്ട് കെജ്രിവാളിനെ വേട്ടയാടുകയാണ് എന്ന വാദമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും CBI ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകാനുള്ള സാധ്യത നിലവിലുണ്ട്. കാരണം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കുമെന്ന് CBI വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ദിനത്തെ കാണുന്നത്. ഇന്ന് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കും. കാരണം ED കേസിൽ സമാനമായ രീതിയിൽ നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ സുപ്രീം കോടതി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ഒരു ക്യാമ്പയിൻ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. കെജ്രിവാൾ ആയെങ്കിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു ക്യാമ്പയിനിലേക്ക് ആം ആദ്മി പാർട്ടി ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത വർഷം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ കെജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രഖ്യാപനത്തിലേക്കും ഇപ്പോൾ ആം ആദ്മി പാർട്ടി കടന്നിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിൽ ആണ് ഇന്ന് കൂടുതൽ അപ്ഡേഷനുകൾക്ക് സാധ്യത. ആ രണ്ട് വാർത്തകൾ ആണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്നായിരുന്നു വയനാട്ടിലെ ദുരന്തം എന്നത്. അതിലിപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും കാര്യമായ മൃതശരീര ഭാഗങ്ങളൊന്നും കണ്ടെത്തുന്ന പശ്ചാത്തലം അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഊർജിതമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ മാസം 13-ന് ശേഷം മൃതദേഹങ്ങൾ അതോടൊപ്പം തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഭാഗികമായ തെരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി കാര്യമായ പുരോഗതി തെരച്ചിലിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഉരുൾപൊട്ടലിൻ്റെ കാരണം പഠിക്കാൻ അതേസമയം വിദഗ്ധ സംഘം എത്തുകയും എന്ത് മാറ്റമാണ് ഈ പ്രദേശത്ത് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമൊക്കെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളത്, അത് മറ്റു മേഖലകളിലേക്ക് എത്രത്തോളം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം പഠനങ്ങൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാടിനായി ഇപ്പോഴും കൈകോർക്കുകയാണ് ജനത. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വയനാടിനായി കൈകോർക്കുകയാണ് ഒരു നാട്. ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിലേക്ക് പണം കണ്ടെത്താൻ സ്നേഹസദ്യ വിളമ്പിയിരിക്കുകയാണ് DYFI. പാലക്കാട് ഞാങ്ങാട്ടിരി മട്ടായ നോർത്ത് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സത്കാരങ്ങളിലെ കേറ്ററിംഗ് ഏറ്റെടുത്തുകൊണ്ടാണ് ധനസമാഹരണം നടത്തുന്നത്. വയനാടിന് കൈത്താങ്ങാകാൻ വ്യത്യസ്ത ശ്രമങ്ങളാണ് നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ആക്രി ചലഞ്ച്, ചായക്കട, ഗാനമേള, കാർഷിക ജോലികൾ, ചുമട്ടുതൊഴിൽ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് ധനസമാഹരണം ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടിരി മാട്ടായ നോർത്ത് യൂണിറ്റ് ഏറ്റെടുത്തത്. വിവാഹം പോലെയുള്ള വലിയ സത്കാരങ്ങളിൽ ഭക്ഷണം വിളമ്പി ലഭിക്കുന്ന വേതനം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടിരി വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി അരുണിന്റെയും അഖിലയുടെയും വിവാഹവേദിയാണ് വ്യത്യസ്തമായ ഒരു അതിജീവന വയനാട് ഫണ്ട് പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചത്. റീബിൽഡ് വയനാട് എന്ന ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ മാട്ടായ നോർത്തിൻ്റെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു കാറ്ററിംഗ് സർവീസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കാര്യം ഞങ്ങൾ ആലോചിക്കുകയും ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടിരി മേഖലാ കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. വളണ്ടിയർമാരായിട്ട് നിലവിൽ 25ഓളം സഖാക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സഖാക്കളും എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും പൂർണ്ണ പിന്തുണയായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പറയാനുള്ളത്. യൂണിറ്റിലെ 25 വളണ്ടിയർമാരാണ് ഭക്ഷണം വിളമ്പാൻ സജീവമായുള്ളത്. വരും ദിവസങ്ങളിൽ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ധനസമാഹരണം നടത്താനാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യമിടുന്നത്. നിലവിൽ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവനത്തിന്റെ ചായക്കടയ്ക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട്.
ന്യൂസ് 18 വയനാട്. വയനാടിനായി രാഷ്ട്രീയ മതഭേദമന്യേ ആണ് എല്ലാവരും കൈകോർക്കുന്നത്. അങ്ങനെ കൈത്താങ്ങാകാൻ പാലട പ്രഥമൻ ചലഞ്ചുമായി വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എത്തിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി നിർമ്മിക്കുന്ന 30 വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് ചലഞ്ച് നടത്തിയത്. 4000 ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത്. പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിലെ അടുക്കളയിൽ 6 ചെമ്പുകളിലാണ് പായസം തയ്യാറാക്കിയത്. ഒരാൾക്ക് 250 രൂപ നിരക്കിൽ 1 ലിറ്റർ പായസം കവറിലാക്കിയാണ് നൽകിയത്. ഏകദേശം 3500 പാലട പ്രഥമനാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. ഞങ്ങളൊരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയതാണ് ഇത് യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി. പക്ഷേ ജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ട് 4000-ന് മുകളിൽ ഓർഡർ ഉണ്ടായി. പക്ഷേ ഇത്രയും സാധനം ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സംഘാടകർ തന്നെ അതിന്റെ എണ്ണം ചുരുക്കുകയായിരുന്നു. വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടി. പോരൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും പാചകക്കാരനുമായ ഗിരീഷ് കാലടിയുടെ നേതൃത്വത്തിലാണ് പായസം തയ്യാറാക്കിയത്. പ്രവർത്തകർക്ക് ആവേശമായി MLA AP അനിൽകുമാറും രാവിലെ മുതൽ പാചകവും പാക്കിങ്ങും നടത്തിയ KT കൺവെൻഷൻ സെന്ററിൽ സജീവമായിരുന്നു. 2000 ലിറ്റർ പായസമാണ് അവരുദ്ദേശിച്ചിരുന്നെങ്കിലും ജനങ്ങളുടെ സഹായം അതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 3500 ലിറ്റർ പായസ വിതരണമാണ് ഈ ചാലഞ്ചിലൂടെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണി മുതലാണ് പാചകം ആരംഭിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ തുടക്കമായ പാക്കിംഗ് 9:30 പൂർത്തിയാക്കി. നേരത്തെ ഓർഡർ എടുത്ത നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തകർ പായസം എത്തിച്ചു നൽകി. ന്യൂസ് 18 മലപ്പുറം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, യുദ്ധകാലത്തിനിടയിലാണ് മോദിയുടെ സന്ദർശനം. നേരത്തെ റഷ്യയിൽ സന്ദർശനം നടത്തിയപ്പോൾ വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. ഈ യുദ്ധസമയത്ത് റഷ്യയ്ക്ക് പിന്തുണ നൽകുകയാണ് ഇന്ത്യ എന്ന മട്ടിൽ. പക്ഷേ അതിന് പിന്നാലെ ഇതാ വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് മോദി. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ എപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച ഉറ്റുനോക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, നയതന്ത്ര ബന്ധം ആരംഭിച്ച് 30 വർഷത്തിന് ശേഷമാണ്, വർഷമാകുമ്പോഴാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് എന്ന ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇന്ന് സംഭവിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മോദിയുടെ ഈ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇരു രാജ്യങ്ങളുടെയും വിപുലമായ ബന്ധങ്ങളുടെ സ്വാഭാവികമായ തുടർച്ചയായി വർദ്ധിക്കുമെന്നും അത് വരും വർഷങ്ങളിൽ കൂടുതൽ ഊഷ്മളമായ ബന്ധത്തിന് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്കറിയാം, ഈ യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത നിലപാടുണ്ട്. യുദ്ധമല്ല ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് പലപ്പോഴും ഇന്ത്യ എടുത്ത നിലപാടുണ്ട്. അത് ആവർത്തിക്കുകയായിരിക്കും മോദി ഒരുപക്ഷെ കീവിൽ ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം യുക്രൈനിലേക്ക് ട്രെയിൻ മാർഗം തിരിച്ചത്. പോളണ്ടിന്റെ അതിർത്തി നഗരമായ ഷംഷോവിൽ നിന്നാണ് മോദി യാത്ര തുടങ്ങിയത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി ഉള്ള കൂടിക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ഏത് നീക്കത്തോടും, അതായത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഏത് നീക്കത്തോടും ഇന്ത്യ സഹകരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം കൂടി ചേർത്ത് വെക്കണം. ഇന്നലെ പോളണ്ടിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ റഷ്യ ബന്ധം യുക്രൈനിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിരിക്കുകയാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ എത്തുന്നത് എന്ന നിർണായകമായ ഒരു കാര്യം കൂടിയുണ്ട്. യുക്രൈനിൽ ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷം കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് തൊട്ട് മുൻപാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നേരത്തെ പോളണ്ട് തലസ്ഥാനമായ വാർസോയിലെ സൈനിക വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം മോദി എത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പോളിഷ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇന്ത്യൻ അംബാസിഡർ അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. അങ്ങനെ 45 വർഷങ്ങൾക്ക് ശേഷമുള്ള പോളണ്ട് സന്ദർശനത്തിന് ശേഷമാണ് 30 വർഷങ്ങൾക്ക് ശേഷം മോഡി യുക്രൈനിലെത്തുന്നത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നയതന്ത്രപരമായി ഇന്ത്യക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രാധാന്യം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ ഉതകുന്ന സന്ദേശങ്ങളാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ ആണ് രഞ്ജിത്ത് നൽകിയത്. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 അതിസങ്കീർണമായ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി നടത്തിയ അഭിമാന ദിനം ആണ് ദേശീയ ബഹിരാകാശ ദിനം ആയി ആചരിക്കുന്നത്. ദേശീയ ബഹിരാകാശ ദിനം രാജ്യം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത അഭിമാന നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. ദക്ഷിണ ധ്രുവത്തിലെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയിൽ വിജയ ചുവടുവെച്ച 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയ ദിവസം. 2023 ഓഗസ്റ്റ് 5-ന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു.
2023 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അതോടെ ഓഗസ്റ്റ് 23 ഇന്ത്യയെ ചന്ദ്രനിൽ തൊട്ട 4ാമത്തെ രാജ്യവും ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യവുമാക്കി മാറ്റി. വിജയകരമായ ലാൻഡിങ്ങിനെ തുടർന്നാണ് പ്രഗ്യാൻ റോവറിന്റെ വിന്യാസം നടത്തുന്നത്. അത് ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം ആരംഭിച്ചു. ഏകദേശം 100 മീറ്ററോളം സഞ്ചരിച്ച് വിവിധ പരീക്ഷണങ്ങൾ നടത്തി വിലപ്പെട്ട വിവരങ്ങൾ ഭൂമിയിലേക്ക് തിരികെ അയച്ചു. റോവറിന്റെ കണ്ടെത്തലുകൾ ചന്ദ്രന്റെ മണ്ണിലെ സർഫസിന്റെയും മറ്റു മൂലകങ്ങളുടെയും കണ്ടെത്തൽ ഉൾപ്പെടെ ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ് ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന്. ഭാവിയിലെ ചാന്ദ്ര പര്യവേഷണത്തിനും ചന്ദ്രനിലെ മനുഷ്യവാസത്തിനും ഈ കണ്ടെത്തലിന് വലിയ സ്വാധീനമുണ്ട്. ചന്ദ്രയാൻ 3 ശേഖരിച്ച ഡാറ്റ ചന്ദ്രന്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തിന്റെയും അതിന്റെ ധ്രുവപ്രദേശങ്ങളെ രൂപപ്പെടുത്തിയ പ്രകൃതികളെയും കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾക്കും സഹായകമായി. ചന്ദ്രയാൻ 3 നൽകിയ അതിസുപ്രധാന വിവരങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ഗുണം ചെയ്യുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ചന്ദ്രയാൻ 3 പകർത്തിയ ചന്ദ്രന്റെ ഇതുവരെ ആരും കാണാത്ത ചിത്രങ്ങളും ISRO പുറത്തുവിട്ടിട്ടുണ്ട്. ദൗത്യത്തിന്റെ വിജയഗാഥ വ്യക്തമാക്കിക്കൊണ്ടാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ചന്ദ്രോപരിതലത്തിൽ റോവർ കടന്നുപോയപ്പോഴുണ്ടായ അടയാളങ്ങൾ വ്യക്തമായി കാണുന്ന ചിത്രങ്ങൾ ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്നത് തന്നെയാണ്. ശാസ്ത്രീയ വിവരങ്ങളും ലാൻഡറും റോവറും എടുത്ത മുഴുവൻ ചിത്രങ്ങളും ദേശീയ ശാസ്ത്ര ദിനത്തിൽ ISRO ഔദ്യോഗികമായി പുറത്തുവിടും. ചന്ദ്രയാൻ 3 കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കഴിവുകൾ തെളിയിക്കുകയും ഇത് ചെയ്തു. ഈ ദൗത്യം ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് അടിത്തറയിട്ടു. ചന്ദ്രയാൻ 3 വിജയം ആഗോള ബഹിരാകാശ സമൂഹത്തിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാക്കി. അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള വാതിലുകൾ തുറക്കുകയും ബഹിരാകാശ പര്യവേഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന്റെ പങ്കുറപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വിജയക്കുതിപ്പേകാനും ബഹിരാകാശ രഹസ്യങ്ങൾ അറിയാനും ആ വഴിയെ സഞ്ചരിക്കാനും വരും തലമുറയ്ക്ക് പ്രചോദനമാവട്ടെ ഈ ദിവസം. തീർച്ചയായും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രവുമല്ല, ഇപ്പോഴും ISROയുടെ മേധാവിയായി തുടരുന്നത് മലയാളി കൂടിയാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഡോക്ടർ S. സോമനാഥ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കുറിപ്പ്, ഒരു കാർട്ടൂൺ വരച്ചിരുന്നു. 60ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്നത് അനുഗ്രഹമായി കാണുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ്. ഒരു കാർട്ടൂണായി അദ്ദേഹം ഈ ചിത്രം, അതായത് ബഹിരാകാശ പര്യവേഷണത്തെ സംബന്ധിച്ച് ചിത്രവും വരച്ചിരുന്നു. ആ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി താൻ എടുത്ത അവധിയല്ലാതെ തൻ്റെ ഉദ്യമത്തിൽ മറ്റവധികളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല, ഒരു നിമിഷം പോലും വിശ്രമിക്കേണ്ടി വന്നിട്ടില്ല എന്നത് കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു കാർട്ടൂൺ വരച്ചത്. ഇനിയും ബഹിരാകാശ രംഗത്ത് നമുക്ക് ഒരുപാട് മുന്നേറാൻ സാധിക്കും എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം. അതേസമയം കായിക മേഖലയിൽ ഏറെ പ്രതീക്ഷയോടുകൂടി കടന്നുപോയൊരു ദിനമായിരുന്നു ഇന്നലത്തേത്. പ്രത്യേകിച്ച് ലൊസൈൻ ഡയമണ്ട് ലീഗിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര 1ാം സ്ഥാനത്തെത്തും എന്ന് തന്നെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു ഹാട്രിക് നേട്ടത്തിലേക്ക് പോകുന്നു നീരജ് ചോപ്ര എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചെറിയ നിരാശ ഇന്ത്യക്കുണ്ടായി. കാരണം 2ാം സ്ഥാനത്താണ് നീരജ് ചോപ്ര എത്തിയത്. സീസണിലെ ഏറ്റവും മികച്ച ദൂരത്തോടു കൂടിയാണ് ഈ 2ാം സ്ഥാനത്ത് എത്തിയത്. നമുക്കറിയാം, ഒളിമ്പിക്സിൽ പാകിസ്ഥാൻ താരത്തിന് പിന്നിലായാണ് നീരജ് ചോപ്ര ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വെള്ളി മെഡൽ ആണ് ലഭിച്ചത്. എന്നാൽ ഈ പാക് താരം ഡയമണ്ട് ലീഗിൽ മത്സരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീരജ് ചോപ്ര 1ാമതെത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് മീറ്റ് റെക്കോർഡോടെ 1ാമതെത്തിയത്. രണ്ടായിരത്തി മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന സന്തോഷ് ട്രോഫി മത്സരത്തിൽ ടിക്കറ്റ് ഉണ്ടായിട്ടും സ്റ്റേഡിയത്തിൽ കയറാൻ കഴിയാതിരുന്നവർക്ക് നഷ്ടപരിഹാരവും ടിക്കറ്റ് തുകയും നൽകാൻ മലപ്പുറം ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിറക്കി. 10,000 രൂപയും ടിക്കറ്റ് വിലയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ നൽകാനാണ് ഉത്തരവ്. ടിക്കറ്റ് ഉണ്ടായിട്ടും സ്റ്റേഡിയത്തിൽ കയറാൻ കഴിയാതെ പോയ മഞ്ചേരി, കൊല്ലം സ്വദേശികൾ നൽകിയ പരാതിയിൽ ആണ് വിധി വന്നിരിക്കുന്നത്. 2022 മഞ്ചേരി പയ്യനാട് വെച്ച് സന്തോഷ് ട്രോഫിയുടെ ഫുട്ബോൾ മത്സരം വലിയ ആവേശത്തോടെയാണ് നടന്നതും അതിൽ കേരള ടീം വിജയിച്ചു കയറിയതും. പക്ഷെ അന്നുണ്ടായ ഒരു വിവാദം, ടിക്കറ്റ് എടുത്തിട്ടും ഗാലറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഒരുപാട് പേർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. വലിയ പ്രതിഷേധമുണ്ടായി, പോലീസിൻ്റെ ലാത്തിചാർജ് ഉണ്ടായി. അന്ന് ടിക്കറ്റ് എടുത്തിട്ടും കളി കാണാൻ കഴിയാതെ പോയവരിൽ പലരും കോടതിയെ സമീപിച്ചു. അങ്ങനെ ഉപഭോക്തൃ കമ്മീഷൻ അവർക്ക് അനുകൂലമായി ഒരു ഉത്തരവും കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. 10,000 രൂപയും ഇവരുടെ ടിക്കറ്റിൻ്റെ
തുകയും ഇവർക്ക് സ്പോർട്സ് കൗൺസിൽ മടക്കി നൽകണമെന്നായിരുന്നു ഉത്തരവ്. അവർക്ക് വേണ്ടി ഈ ഒരു നിയമ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് സാദിഖ് അലിയും അതേപോലെ തന്നെ ഈ ഒരു പരാതിക്കാരനും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനൊരു ഉത്തരവ് ഉപഭോക്തൃ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. എന്താണ് ശരിക്കും ഉത്തരവിൽ പറയുന്നത്? ഇത് ആദ്യമായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉപഭോക്തൃ കോടതിയെ സമീപിക്കുന്നതും ഒരു ഉത്തരവൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. 2022 മെയ് മാസത്തിലായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. മത്സരത്തിൽ ഒരു വലിയ ജനത്തിരക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിൽ പോലും ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അവരുടെ അവകാശമുണ്ട്. അത് കളി കാണാനും അത് സീറ്റ് അവർക്ക് വേണ്ടിയിട്ട് അനുവദിച്ച് നൽകാനൊക്കെ ഉള്ള അവകാശം അവർക്കുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ആ ഒരു പ്രോഗ്രാം നടത്തിയ ഓർഗനൈസിംഗ് കമ്മിറ്റിക്കായിരുന്നു. പക്ഷേ ആ കാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയാണ് സത്യത്തിൽ നടന്നിരുന്നത്. അതിനെതിരെയാണ് ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. വിശദമായ വാദവും അതോടൊപ്പം തന്നെ 8ഓളം രേഖകൾ നമ്മൾ ഹാജരാക്കി. ഈ രേഖകളിലൊക്കെ പരിശോധിക്കുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കളി കാണാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് കമ്മീഷന് വ്യക്തമായി ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരുന്നത്. ഇത് ഈ ഫണ്ട്, അതായത് പണം ആര് തിരിച്ചു നൽകണമെന്നാണോ ഉത്തരവ് പറയുന്നത്? ഇതിൽ 3 എതിർകക്ഷികൾ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ കേരള സർക്കാരും മലപ്പുറം സ്പോർട്സ് കൗൺസിലും. ഇതിൽ ആർക്കാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യത്തിൽ ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. സർക്കാർ പറയുന്നത് ഫുട്ബോൾ ഫെഡറേഷനാണെന്ന്, ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് സ്പോർട്സ് കൗൺസിലിനാണെന്ന്. അവസാനം കമ്മീഷൻ കണ്ടെത്തിയത് ഈ ടിക്കറ്റ് ക്യാഷ് അവർ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പണം നൽകിയിരിക്കുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ആ ടിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പ്രോഗ്രാം നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി, ഈ പിന്നെ ഫുട്ബോളിൻ്റെ മത്സരങ്ങൾ മാറ്റിവെക്കുന്നതും അതല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഷെഡ്യൂളുകളും ചെയ്യുന്നത് സ്പോർട്സ് കൗൺസിൽ തന്നെയാണ്. അതുകൊണ്ട് ഓർഗനൈസർ എന്ന രീതിയിൽ സ്പോർട്സ് കൗൺസിലിനാണ് ഈ പണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്നുള്ളതാണ് കമ്മീഷൻ പറഞ്ഞത്. എത്ര ദിവസത്തിനുള്ളിലാണ്? എങ്ങനെയാണ്? 30 ദിവസത്തിനകം ഈ തുക ഇവർക്ക് കൊടുക്കണം. 10,000 രൂപ നഷ്ടപരിഹാരവും, പിന്നീട് 200 രൂപ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്, 1000 രൂപ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്, 400 രൂപ ടിക്കറ്റ് എടുത്ത ആളുകളുണ്ട്. ഇതൊക്കെ പരാതി കൊടുത്ത ആളുകൾക്ക് മാത്രമേ ഈ ഒരു വിധി ബാധകമാവുന്നുള്ളൂ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാണ്. അപ്പോൾ എത്രയാണോ ടിക്കറ്റ് എടുത്തത് ആ ടിക്കറ്റിൻ്റെ ക്യാഷ് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 10,000 രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. എന്താണ് അങ്ങയുടെ പേര്? അങ്ങ് എന്തുകൊണ്ടാണ് ഇതിന് നിയമപരമായിട്ട്? മുഹമ്മദ് ഇക്ബാൽ. ഞാനിതിൽ ഇടപെട്ട എന്താ വെച്ചാൽ, പിന്നെ ഇവിടെ മഞ്ചേരിയിൽ നമ്മുടെ നാട്ടിൽ ഈ സന്തോഷ് ട്രോഫി ഫൈനൽ വന്നപ്പോൾ അത് കാണണമെന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കേരളം ആ ഫൈനലിൽ കളിക്കുക, അതും നമ്മുടെ ചിരശത്രുക്കളായ ബംഗാളുമായിട്ട്. അപ്പോൾ അത് കാണാനുള്ള ആവേശത്തിൽ അന്ന് നമ്മളെ തൊഴിലൊക്കെ മാറ്റിവെച്ച് ഞാനും കസിൻസും പിന്നെ കൊല്ലത്തുനിന്നൊരു സുഹൃത്തുണ്ട് മനേഷ്, അവൻ തലേ ദിവസം ട്രെയിനിന് വന്ന് മഞ്ചേരി റൂമൊക്കെ എടുത്ത് ഇവിടെ നിന്ന് രാവിലെയൊക്കെ അങ്ങനെ എത്തിയതാണ് ഗ്രൗണ്ടിൽ. എന്തായാലും കലക്ടർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു 5 മണിക്ക് മുമ്പായി ഗ്രൗണ്ടിലെത്തണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ 7:30 ശേഷം നടക്കുന്ന ഫൈനൽ മത്സരം കാണാൻ ഞങ്ങൾ 4 മണിക്ക് മുമ്പായി ഗ്രൗണ്ടിലെത്തി. പക്ഷെ അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഗേറ്റ് അടച്ചിട്ടുണ്ട് പോലീസ്, അവിടെ ബന്ധാണ്, ഒരു നിലക്കും അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അടിച്ചു ഓടിക്കുകയാണ് ആളുകളെ. ആയിരക്കണക്കിന് ആളുകൾ അപ്പോൾ പുറത്തായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ സീറ്റ് കപ്പാസിറ്റിയേക്കാൾ എത്രയോ കൂടുതൽ മടങ്ങ് അവർ ടിക്കറ്റ് അടിച്ചു. സ്വാഭാവികമായും അത് അധികൃത ഭാഗത്ത് വലിയ തെറ്റാണ്. ഇത് ഞങ്ങളൊരു ചൂഷണം ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾക്കിതൊരു നിയമപോരാട്ടം നടത്തണമെന്ന് എനിക്ക് തോന്നി. പലരും അപ്പോൾ പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ സാദിഖിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സാദിഖ് പറഞ്ഞു നമ്മളടുത്ത് ന്യായമുണ്ട്, നമുക്ക് അനുകൂലമായിട്ട് വിധി വരും, അതുകൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാൻ സാദിഖ് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മൾ ആ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയി. അപ്പോൾ ഇതിൽ വളരെ സന്തോഷമുണ്ട് കോടതി ഭാഗത്ത് ഇങ്ങനെ ഒരു നടപടി വന്നതിൽ. കാരണം ഇത് പൊതു സമൂഹത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന അധികൃതർ ഈ കാര്യത്തിൽ ശ്രദ്ധ വരുത്താൻ ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കുമെന്ന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് പേരാന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഒരു വിധി മുൻനിർത്തി കൂടുതൽ പേര് പരാതിയായിട്ട് വന്നാൽ അത് സ്വീകരിക്കപ്പെടുമോ? അത് കൺസ്യൂമർ ആക്ട് പ്രകാരം ഒരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായി 2 വർഷത്തിനകം കേസ് ഫയൽ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ടൈം ലിമിറ്റ് വരുന്നത്. പിന്നീട് ഈ ഒരു ഇൻ ടൈമിന് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ കമ്മീഷന് തീരുമാനിക്കാം ആ പെറ്റീഷൻ സ്വീകരിക്കണോ അതല്ലെങ്കിൽ അത് തള്ളണോ എന്നുള്ള കാര്യം. ഇത് 2022 മെയ് മാസം 2-ാം തീയതിയാണ് ഫൈനൽ മത്സരം നടക്കുന്നത്. ഇപ്പോൾ 2024 മെയ് മാസം കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ 2 വർഷത്തെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പരാതി കൊടുക്കുന്ന സമയത്ത് അത് പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളത് കമ്മീഷന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ ടൈം ബാർ ആയിട്ടുണ്ട്. അത് ഇനി ഇതിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ സ്പോർട്സ് കൗൺസിലൊക്കെ? അതായത് ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ് എന്നറിയണം. വേണമെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് കമ്മീഷനെ സമീപിക്കാം, അപ്പീൽ ബോധിപ്പിക്കാം. അപ്പീൽ ബോധിപ്പിക്കുമ്പോൾ ഒരു നിശ്ചിത തുക കെട്ടിവെക്കാൻ വേണമെങ്കിൽ അപ്പലറ്റ് ഫോറത്തിന് വേണമെങ്കിൽ പറയാൻ പറ്റും.
പക്ഷേ അങ്ങനെ ഒരു അപ്പീലിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സ്പോർട്സ് കൗൺസിലിന് അവകാശമുണ്ട് അപ്പീൽ കൊടുക്കാൻ. എന്നാലും ഒരു ഐ ഓപ്പണർ ആണല്ലേ സംഘാടകർക്കൊക്കെ? തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ ഒരു കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഓർഗനൈസേഴ്സ് ഇത്തരം പരിപാടികൾ വെക്കുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകളെ പറ്റിക്കരുത്. ടിക്കറ്റിന് വിലയുണ്ട്. ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പർ കഷ്ണം മാത്രമല്ല, അത് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ ചില റെസ്പോൺസിബിലിറ്റീസ് കൂടിയുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കണം. തീർച്ചയായും അതാണ് ഈ ഒരു വാർത്തയുടെ പ്രാധാന്യം. നമുക്കറിയാം, മലപ്പുറത്ത് ഒരുപാട് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ടിക്കറ്റ് കിട്ടാതെ ആളുകൾ മടങ്ങുന്നതും അടിയാവുന്നതൊക്കെ പതിവാണ്. പക്ഷേ ടിക്കറ്റ് എടുക്കുന്നവന് അതിൻ്റെ മൂല്യമുണ്ട്. ആ ടിക്കറ്റ് എടുത്തവന് കളി കാണാനുള്ള അവകാശമുണ്ട്. അത് കാണിക്കാനുള്ള ഉത്തരവാദിത്വം സംഘാടകർക്കുണ്ട്. ഇത് ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കൃത്യമായിട്ട് നൽകുന്ന ഒരു വിധി കൂടിയാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ കഴിയും. എന്താണെങ്കിലും ഇതൊരു ഐ ഓപ്പണറാണ് എല്ലാ സംഘാടകർക്കും. മഞ്ചേരിയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴ അമ്പലപ്പുഴയിൽ കടലാക്രമണത്തിൽ 5 വീടുകൾ തകർന്നു. നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിൽ ആണ്. ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള കടൽ ഭിത്തി നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന് തീരദേശവാസികൾ പറയുന്നു. മഴ കനത്തില്ലെങ്കിലും ഒരാഴ്ചയായി തുടരുന്ന കടൽക്ഷോഭം ആലപ്പുഴയിൽ നിരവധി വീടുകൾ കവർന്നു. അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് 14-ാം വാർഡിലാണ് ഏറ്റവും രൂക്ഷം. ഒറ്റ ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി കടലെടുത്തതായി അശോക് കുമാർ പറയുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബം തൊട്ടടുത്ത അങ്കണവാടിയിലാണ് താമസം. പേടിച്ചവിടെ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാത്റൂമിലൊക്കെ പോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് മൊത്തം പോയോ? വീട് മൊത്തം പോയി, ബാത്റൂമിൽ ഫുള്ളും പോയി. ഇതുപോലെ തന്നെ വേറൊരു കുഞ്ഞും കൂടെ ഉണ്ട്, സ്കൂളിൽ പോയേക്കുക. അവരെയും കൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് ഉറപ്പിച്ച് കിടക്കും. പലരും പകൽ മുഴുവൻ കടൽ പകുതി വിഴുങ്ങിയ വീട്ടിൽ ചെലവഴിക്കും. രാത്രിയോടെ ക്യാമ്പുകളിലേക്ക് മടങ്ങും. കടലിനോട് മല്ലടിച്ച് പരാജിതരായി ഒടുവിൽ പുനരധിവാസം തേടുകയാണ്. നമുക്ക് ഇനിയെങ്കിലും ഒരു പുനരധിവാസം ഉണ്ടാവണം. നമുക്കതാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള വീടുകളിലേക്ക് ഒരു അവസ്ഥ, അപ്പോൾ ഇത് ഈ നിൽക്കുന്ന ഇത്രയും വീടുകൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല. കടലിൻ്റെ കാര്യമാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കടൽക്കയറ്റം രൂക്ഷമായതോടെ പലരും രക്ഷപ്പെട്ടോടുകയായിരുന്നു. വീട് തകർന്ന് വീണ് മകൾക്ക് തലയ്ക്ക് പരിക്കേറ്റതായി ദിവാകരൻ എന്ന മത്സ്യത്തൊഴിലാളി പറയുന്നു. മൊത്തം കയറി പേരക്കകത്ത് കയറി കാന കൊതിക്കുന്നപ്പോൾ മാക്ക് തല തുറന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 9 സ്വിച്ചുണ്ട് ആശുപത്രി, മണ്ടാന ആശുപത്രി. വീടിടിഞ്ഞു വീണതാണോ? ആ കട്ട വന്നു. പാറക്കല്ലുകൾ അടിഭാഗത്തായി വിതറി ടെട്രോപോഡുകൾ ലോക്ക് ചെയ്താണ് കടൽഭിത്തി നിർമ്മാണം നടക്കേണ്ടത്. പക്ഷേ പാറകളില്ലാതെ പലയിടത്തും ടെട്രോപോഡുകൾ മാത്രമാണ് നിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീരശോഷണം പാരമ്യത്തിലാണ്. അതിവേഗത്തിലാണ് കടൽ കര കവരുന്നത്. ഇതിനെതിരെ തീരദേശവാസികളുടെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. വയനാട്ടിൽ കോളറ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. നൂൽപ്പുഴ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണാക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ഭരതനാട്യ അരങ്ങേറ്റം നടന്നു. ചമഞ്ഞൊരുങ്ങി എത്തിയവർ ചില്ലറക്കാരല്ല, അമ്മയും അമ്മൂമ്മയും ഒക്കെ അടങ്ങുന്നതാണ് ആ സംഘം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ഭരതനാട്യം അരങ്ങേറ്റം ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു സാധാരണ അരങ്ങേറ്റമല്ല. എൻ്റെ ഈ ചുറ്റിലും സുന്ദരി കുട്ടികളായി മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അത്ര ചില്ലറക്കാരല്ല. അമ്മമാരും അമ്മായിയമ്മമാരും അമ്മൂമ്മമാരൊക്കെയാണ്. അപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡാൻസറും ഒപ്പം ടീച്ചറും ഉണ്ട്. അമ്മപ്പം ചേച്ചി പേരെന്താ? ഷീല. എത്ര വയസ്സായി? 65. എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഒരു അരങ്ങേറ്റം നടത്തിയ ആ ഒരു? ഞാനിവിടെ എൻ്റെ കൊച്ചുമോളെ വിളിക്കാൻ വരും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടെ വരാൻ തുടങ്ങിയത്.
അപ്പോൾ പിന്നെ എൻ്റെ മറ്റുള്ള പ്രായമുള്ള പ്രായമുള്ള തന്നെ എൻ്റെ മകളെ പ്രായമുള്ളവരൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് എന്നുള്ള കണക്കിന് ഇവിടെ പഠിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ മക്കളെ പോലുള്ള അവരൊക്കെ തന്നെ ഒരു ആൻറ്റി അരങ്ങേറ്റം നടത്തുന്ന അവരെല്ലാം എനിക്ക് പ്രോത്സാഹനം തന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് മരുമകളോടും ഇവിടെ കളിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ മരുമകളും ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് അവളും പഠിക്കുന്നുണ്ട്. ഒരു 3 ജനറേഷൻ. അപ്പോൾ എൻ്റെ കൊച്ചുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. അവളിപ്പോൾ മോളിപ്പോൾ മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ആയി അങ്ങ് പോയത് കാരണം കൊച്ചുമോളിപ്പോൾ അല്ലെങ്കിൽ അവളും ഞങ്ങളുടെ കൂടെ അരങ്ങേറ്റത്തിന് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു? ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ ഞാനൊരു 10 വയസ്സ് വരെയൊക്കെ എൻ്റെ അച്ഛൻ കലാമണ്ഡലത്തിൽ PRO ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നേ ഞങ്ങൾ കലാമണ്ഡലം ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ എപ്പോഴും കാണാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഭരതനാട്യവും കഥകളി എല്ലാം പരിപാടിക്കൊക്കെ പോകും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ മാസം കഴിഞ്ഞ് അവളും മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ ഇപ്പോൾ 58 വയസ്സ് റിട്ടയർ ആയതിനു ശേഷം നാട്ടിൽ അവളും നടത്തി ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ അരങ്ങേറ്റം നടത്തി. ഇപ്പോൾ അവൾ എൻ്റെ ഇവിടെ നിലമ്പൂരാണ്. അപ്പോൾ അവിടെ പഠിക്കുന്നു. കുടുംബപരമായ ഒരു കലാകാരൻ ആണല്ലേ. ഇനി ഭാവി എന്താ പരിപാടി? ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ടീച്ചർ പേരെന്താ? ഷൈജ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഏറ്റവും ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ 3 ജനറേഷനുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഏജിലൊക്കെ ആൻറ്റിയൊക്കെ പഠിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഞാൻ ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ മിക്കവർക്കും ഉള്ളൊരു പറച്ചിലാണ് ഈ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല, അന്നേ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും വരുന്നത്. ചിലർ ഒന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അങ്ങനെയായിട്ട് വരാറുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷം തന്നെയാണ് എനിക്കും. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിക്കും പ്രോത്സാഹിപ്പിച്ച് തരുന്നു ഞങ്ങളെ കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഞാനൊക്കെ ഈ അരങ്ങേറ്റത്തിന് എന്നെ ഒരുക്കിയെടുക്കാൻ തന്നെ കുറച്ച് പ്രയാസമല്ലേ. ഇതൊക്കെ ടീച്ചറെ തന്നിട്ട് ഞങ്ങൾ നല്ല സപ്പോർട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. അപ്പം ഇനി എന്താണ് ഇതുപോലെ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരടുത്ത്, അല്ലെങ്കിൽ അതൊന്നും ആഗ്രഹിച്ച് നടക്കാത്തവരടുത്ത് എന്താ പറയുക? ശരിക്കും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തണം. കാരണം നമുക്കൊരു ആയുസ് ഒരു ജന്മം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ധാരണയാണ് നമുക്ക് കുറച്ച് ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് ചെയ്യുന്നതിനോട് പലരും അങ്ങ് ബാക്കിലോട്ട് വരികയും നമ്മളെ കൊണ്ട് അത് പറ്റില്ല, ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെയാണ് പലർക്കും ഉള്ള ഒരു ധാരണ. അതൊക്കെ ഒന്ന് മാറ്റാനും ആൻറ്റിയൊക്കെ പോലുള്ളവർ രംഗത്തോട്ട് വരണം. ഹസ്ബൻഡും കൂടി ഡാൻസ് കളിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ അതേപോലെ ഓണാഘോഷം, ന്യൂ ഇയർ ഒക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പലതിലും ഞങ്ങളും കളിക്കാറുണ്ട്. ഞാനും ഹസ്ബൻഡും കൂടിയും കളിക്കാറുണ്ട് കപ്പിൾ ഡാൻസൊക്കെ. ഈ പ്രായത്തിൽ ഈ എനർജി എങ്ങനെ ഇത്ര ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ മനസ്സിന് സന്തോഷവും നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അമ്മായിമ്മയുടെ കൂടെയാണ് സാധാരണ ഇങ്ങനെ ഒരു കാഴ്ച തന്നെ അപൂർവമാണ്. അമ്മായിമ്മയുടെ കൂടെ അരങ്ങേറ്റം നടത്തുന്നത് അങ്ങനെ നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും എവിടെ നിന്നും ഇല്ല. സോ ഒരു ഫ്രീഡം, ഫീലിംഗ് ഓഫ് ഫ്രീഡം മാത്രമേ. സന്തോഷം. തീർച്ചയായും അത് തന്നെയാണ്, നമ്മുടെ മനസ്സാണ് എല്ലാം. അപ്പോൾ ചേച്ചിയുടെ ഇവരെല്ലാവരുടെയും ഈ ചെലങ്കയുടെ സ്വരം അതങ്ങനെ താളത്തിൽ അങ്ങനെ പോട്ടെ. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിനാകില്ല എന്ന് AK ബാലൻ. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തത വരുമെന്നും ബാലൻ പ്രതികരിച്ചു. ഒരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ കോച്ചും എഞ്ചിന് യോജിപ്പിച്ചാൽ റെയിലിൻ്റെ മുകളിൽ ഇത് ചരിക്കും. അപ്പോൾ അതിന് 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരുടെ സമീപനം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇത് 3ഉം യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഇപ്പം ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത്. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഒന്നും പറയുന്നില്ല എന്നായിരുന്നു മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. കഴിഞ്ഞ 3-4 ദിവസമായി സർക്കാരിൻ്റെ നിലപാട് മന്ത്രി എന്ന നിലയിൽ ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിശദീകരിച്ചു. കോടതിയുടെ മുമ്പാകെ ഇപ്പോൾ വിഷയം വന്നിരിക്കുന്നു. ആ വിശദീകരിച്ചതിനപ്പുറം പ്രത്യേകിച്ച് ഇനി ഒന്നും ഈ കാര്യത്തിൽ നമുക്ക് പറയാനില്ല. വിശദീകരിച്ചതിനപ്പുറം
ഞാനെല്ലാം കൃത്യമായി മുഖ്യമന്ത്രി ഞാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഈ വിഷയം വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഇടവേള. എറണാകുളം മൂവാറ്റുപുഴ കടാതിയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ്. കടാതി സ്വദേശി നവീനിനാണ് വെടിയേറ്റത്. നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡാനി പോൾ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, എന്താണ് ഈ വെടിവെപ്പിലേക്ക് എത്തിച്ചത്? വെടിയേറ്റ വ്യക്തിയുടെ ആരോഗ്യനില എപ്രകാരമാണ്? അഭിലാഷ, മൂവാറ്റുപുഴയിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഇവർ ബന്ധുക്കളാണ്. അതായത് ഇവർ തമ്മിലുള്ള നവീന്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് വെടിവെച്ച കിഷോർ എന്നയാൾ. നവീനാണ് ഗുരുതരമായിട്ട് വയറിന് പരിക്കേറ്റത്. ഇവർ തമ്മിലുള്ള തർക്കമാണ് ഈ രീതിയിൽ ഒരു വെടിവെപ്പിലേക്ക് അടക്കം കലാശിച്ചത്. വിദേശത്തായിരുന്ന കിഷോർ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് എത്തിയത്. ഇരുവരും തമ്മിൽ, അതായത് നവീനും കിഷോറും തമ്മിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇന്നലെയും വീടിനുള്ളിൽ വെച്ച് നവീനുമായി വാക്കുതർക്കമുണ്ടായി. അതിനുശേഷമാണ് കിഷോർ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് നവീനെ വെടിവെച്ചത്. ഈ തോക്കിന് ലൈസൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് വന്നതില്ല. വെടിവെച്ച് കേട്ട പരിസരവാസികളായിരുന്നു പോലീസിലേക്ക് വിവരം അറിയിച്ചത്. ലൈസൻസ് ഉള്ള തോക്കാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ സംഭവത്തിൽ കിഷോറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നവീൻ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. നവീനെ വയറിനാണ് പരിക്കേറ്റത്. ഇയാൾക്ക് ശസ്ത്രക്രിയ അടക്കം വേണ്ടി വരുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. ഇയാൾ ആശുപത്രിയിൽ തുടരുകയാണ്. എന്താണ് ഇവർ തമ്മിലുള്ള വഴക്കിന് കാരണം എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല. ഇരുവരും പരസ്പരം വഴക്കടിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ടവരായിരുന്നു എന്നാണ് പരിസരവാസികളും ബന്ധുക്കളും നൽകുന്ന വിവരം. വരും വാർത്തകളിൽ കൂടുതൽ വ്യക്തത കൈവരുമെന്ന് പ്രതീക്ഷിക്കാം. നാഷണൽ ബിൽഡേഴ്സ് നിർമ്മാണം പൂർത്തീകരിച്ച 4 പാർപ്പിട സമുച്ചയങ്ങളുടെ താക്കോലുകൾ കൈമാറി. കൊച്ചിയിൽ നടന്ന കീ ടു ഹാപ്പിനെസ് ചടങ്ങിൽ നാഷണൽ ബിൽഡേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ MC സണ്ണി താക്കോൽ ദാനം നിർവഹിച്ചു. ഡയറക്ടർമാരായ ഷെർലി സണ്ണി, സിജോ സണ്ണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രൊജക്ടുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ആദരിച്ചു. നാഷണൽ ബിൽഡേഴ്സിന്റെ സിഗ്നേച്ചർ ടവർ 2 ഒഫീഷ്യൽ ലോഞ്ചും ചടങ്ങിൽ നടന്നു. വിവിധ തരം കലാപരിപാടികൾ ചടങ്ങിന് മിഴിവേകി. നാഷണൽ ബിൽഡേഴ്സ് ഇന്ന് 4 പ്രൊജക്ട്സ് എറണാകുളത്ത് കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് ജനങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ 4 പുതിയ പ്രൊജക്ട്സ് കൂടി ഇവിടെ അനൗൺസ് ചെയ്തു. 4 പുതിയ പ്രൊജക്ട്സും എറണാകുളത്ത് തന്നെയാണ്. അതെല്ലാം നല്ല പ്രീമിയം പ്രൊജക്റ്റാണ്. ഏറ്റവും നല്ല ലൊക്കേഷൻ, മോഡേൺ ഫെസിലിറ്റീസോട് കൂടി ഞങ്ങൾ ആ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. Very happy that we've handed over our 4 prestigious projects: National Shalom, National Freedom Park, National Signature, National Kingdom. It's a proud moment for us because all our customers have attended this event and it was a very successful event. So we're really happy with the outcome and really pleased. Currently ഞങ്ങളുടെ ഇപ്പം as you know in the event ഞങ്ങൾ 4 projects ഹാൻഡ് ഓവർ ചെയ്ത്. So and also we have a few projects coming up. All are located in Kochi itself. And ഞങ്ങളുടെ ഇനി പ്രോജക്ട്സ് വരുന്ന എടപ്പള്ളി, മാമംഗലം ആൻഡ് മോർ വി ആർ സ്റ്റിൽ വർക്കിംഗ്. ആൻഡ് നമ്മുടെ ഫ്യൂച്ചറിൽ ഇനി നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓൾവേസ് നമ്മുടെ പ്രയോറിറ്റി. ആൻഡ് ആ ബേസിസിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ നീഡിൻ്റെ അക്കോർഡിംഗാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ എങ്ങനെ അവർക്ക് വാട്ട് ഈസ് ദ പ്രിഫറൻസ് ആ ബേസിൽ ഞങ്ങളിപ്പം വെദർ 4 BHK 5 BHK ആ ക്രൈറ്റീരിയയിൽ ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങൾ ഓൾറെഡി ബോംബെയിൽ അത് ട്രൈ ചെയ്ത് ആൻഡ് ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ആൻഡ് ഫ്യൂച്ചർ കമ്മിങ് ഇയേഴ്സ് വി ആർ ട്രൈങ് ടു bring that same concept here along with the green building. കൊച്ചിയിൽ 3 പ്രൊജക്റ്റാണുള്ളത്. നാഷണൽ മജസ്റ്റിക് എടപ്പള്ളി പള്ളിയുടെ എതിർവശം 2100 സ്ക്വയർ ഫീറ്റിന് മേലുള്ള അൾട്രാ ലക്ഷറി 3 ബെഡ്റൂമും 4 ബെഡ്റൂമാണ് വരുന്നത്. പിന്നെ എടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ അടുത്ത് നാഷണൽ സിഗ്നേച്ചർ ടവർ 2 എന്ന പുതിയൊരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമാണ്. അത് വരുമ്പോൾ നമുക്ക് 1,10,00,000 റേഞ്ചിലാണ് വരുന്നത്. എല്ലാ അൾട്രാ ലക്ഷറി അമ്യൂണിറ്റീസും കൂടി ഒരു പ്രൊജക്റ്റാണ്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ന്യായീകരണമാണ്